23 വയസ്സുള്ള ആ ചെറുപ്പക്കാരൻ എല്ലാ വ്യാഴാഴ്ചകളിലും വൈകുന്നേരമാകുമ്പോൾ ഉപ്പയുടെ റൂമിലേക്ക് ഓടിയെത്തും. ഉപ്പ ഉണ്ടാക്കി വച്ചിരിക്കുന്ന ഭക്ഷണം കഴിക്കും. അന്ന് രാത്രി ഉപ്പയോടൊപ്പമാണ് കിടന്നുറങ്ങുന്നത്. ഉപ്പയുടെ നെറ്റിക്ക് ഉമ്മ വയ്ക്കും, കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങും. അതായിരുന്നു അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. ഓരോ വാരാന്ത്യങ്ങളും അങ്ങനെയാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത്. അതൊക്കെ കണ്ട് സുഹൃത്തുക്കൾ ചോദിക്കുമായിരുന്നു, നിങ്ങൾ എത്ര ഭാഗ്യം ചെയ്ത ഉപ്പയാണ്, പിതാവാണ്, ഇതുപോലെയുള്ള മക്കൾ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന്. എന്നാൽ ഇന്ന് ആ മകൻ ഖത്തറിലെ ജയിലിലാണ്, മയക്കുമരുന്ന് കേസിൽ. ഞാൻ എഴുതിയ കഥയൊന്നുമല്ല ഈ പറയുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി ഒരു സുഹൃത്ത് ഖത്തറിൽ നിന്നും എന്നെ വിളിച്ചു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അദ്ദേഹം എന്നെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ കഴിഞ്ഞ രാത്രിയിലാണ് സംസാരിക്കാൻ കഴിഞ്ഞത്. അദ്ദേഹം വിളിക്കാൻ കാരണം, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സൗദി അറേബ്യയിൽ വളരെ ഭയാനകമാം വിധം മലയാളികൾ മയക്കുമരുന്ന് കേസിൽ പിടിക്കപ്പെടുന്നൊരു വാർത്ത ഞാൻ പറയുകയുണ്ടായി. അത് കേട്ടതിന് ശേഷമാണ് അദ്ദേഹത്തിന് എന്നെ വിളിക്കണമെന്ന് തോന്നിയത്. അങ്ങനെ കഴിഞ്ഞ രാത്രിയിൽ അദ്ദേഹവുമായി സംസാരിച്ചതിന് ശേഷം സത്യത്തിൽ എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്ന ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേൾക്കണം. ഇത് പരമാവധി എല്ലാവരിലേക്കും എത്തിക്കണം. കാരണം ഈ മാതാപിതാക്കളുടെ വിധി ഇനി ആർക്കും ഉണ്ടാകാതിരിക്കണം. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഖത്തറിൽ ജോലി ചെയ്യുന്ന ഒരു പ്രവാസി മലയാളി. അദ്ദേഹത്തിൻ്റെ കുടുംബം ഭാര്യയും 3 മക്കളും അടങ്ങുന്നതാണ്. 3 മക്കൾ ആൺകുട്ടികളാണ്. മിടുക്കരായ കുട്ടികൾ. അവരെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹത്തിൻ്റെ നല്ലൊരു സമയം, ആരോഗ്യം മറന്ന് അദ്ദേഹം അധ്വാനിച്ച് നാട്ടിലേക്ക് പണം അയക്കുന്നത്. മിടുക്കരായി തന്നെ അവർ വളർന്നു, നല്ല നിലയിൽ പഠിച്ചു. മൂത്ത മകൻ 21 വയസ്സാകുമ്പോൾ ഇനി മുന്നോട്ടൊരു ജോലി ഒരാൾക്കുണ്ടാകുക എന്നുള്ളത് ആ വീടിൻ്റെ ഒരു സാഹചര്യമായിരുന്നു. അങ്ങനെ ഖത്തറിലേക്ക് ആ പിതാവ് കൊണ്ടുപോകുന്നു. അവൻ്റെ മിടുക്ക് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഒരു കമ്പനിയിൽ ജോലി ലഭിക്കുന്നു. ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ മാറുന്നു. ഒരു സന്തോഷത്തിൻ്റെ പുതിയ ദിനങ്ങൾ വരുന്നു. എന്നാൽ ഒരു 6 മാസക്കാലം മാത്രമായിരുന്നു ആ സന്തോഷമുണ്ടായിരുന്നത്. കാരണം ഈ ജോലിക്ക് പ്രവേശിച്ചതിന് ശേഷം അവന് താമസിക്കാൻ ഒരു റൂം വേണമായിരുന്നു. അങ്ങനെ റൂം അന്വേഷിച്ചു 2 മലയാളികളെ കാണുന്നു. ആ മലയാളികൾ അവന് റൂം തരപ്പെടുത്തി കൊടുക്കുന്നു. അവരുടെ താമസ സ്ഥലം തന്നെയാണ്. എന്നാൽ ആ മലയാളികളുടെ അവിടുത്തെ ഒരു ജീവിതം എന്ന് പറയുന്നത്, അവർക്ക് സാധാരണ ജോലി എന്തൊക്കെ ഉണ്ടെങ്കിൽ പോലും അവരുടെ ബിസിനസ് എന്ന് പറയുന്നത് മയക്കുമരുന്ന്. അത് വളരെ വലിയ തോതിൽ അത് പലരിലേക്കും എത്തിക്കുക, അവർ അത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. എന്നാൽ ഈ ചെറുപ്പക്കാരൻ അത് മനസ്സിലാക്കി അവിടുന്ന് മാറാനുള്ളൊരു ശ്രമം ഉണ്ടായിരുന്നുവെങ്കിൽ ഒരുപക്ഷേ ഇന്ന് ഈ കുടുംബത്തിന് ഈ ഗതി വരില്ലായിരുന്നു. ആ ദിവസങ്ങൾ കടന്നു പോകുന്നതിനിടയിലാണ് ഈ ചെറുപ്പക്കാരനെ ആ 2 പേരും ചേർന്നിട്ട് പലവട്ടം മയക്കുമരുന്ന് ഉപയോഗിക്കുവാൻ പ്രേരിപ്പിക്കുന്നു. അങ്ങനെ ആദ്യ സമയങ്ങളിലൊക്കെ ഇവനത് പരമാവധി തള്ളിക്കളഞ്ഞുവെങ്കിലും ഒരു ദിവസം അവനത് ഉപയോഗിക്കുന്നു. അങ്ങനെ അന്നൊരു തീരുമാനമെടുത്ത് ഇനി ഒരിക്കലും ഇത് ഉപയോഗിക്കില്ല എന്നുള്ളത്. എന്നാൽ 3 ദിവസം കഴിഞ്ഞ് വീണ്ടും അവൻ്റെ ശരീരത്തിന് അത് വേണമെന്നുള്ളൊരു തോന്നൽ. വീണ്ടും അത് ഉപയോഗിക്കുന്നു. അങ്ങനെ 4 ആഴ്ച കൊണ്ട് 3 പ്രാവശ്യമാണ് ഉപയോഗിച്ചത്. 4 ആഴ്ച കഴിഞ്ഞിട്ടുള്ള ഒരു ദിവസം രാവിലെ താഴെ നിന്ന് ഒരാൾ വിളിക്കുകയാണ്. അതൊരു ഗുജറാത്ത് സ്വദേശിയാണ്. അദ്ദേഹം വിളിക്കുന്നത് റൂമിന് ബിൽഡിങ്ങിന് താഴെ വരണം. എന്നാൽ ഒരു പന്തികേട് തോന്നിയ ആ ചെറുപ്പക്കാരൻ വരില്ല എന്ന് പറയുകയും കുറച്ച് കഴിഞ്ഞ് ഈ ചെറുപ്പക്കാരൻ്റെ വാട്സപ്പിലേക്ക് ഒരു ചിത്രം വരികയാണ്. അതായത് ആ റൂമിന് അടുത്തുള്ള ഒരു ടേബിളിന് താഴെ എന്തോ ഒരു പൊതി കൊണ്ട് വെച്ചിട്ടുണ്ട്. അതാണ് ഈ ചിത്രം. പക്ഷേ ഇത് വലിയ ഗൗരവത്തിലെടുക്കാതെ ആ പയ്യൻ നേരെ ജോലി സ്ഥലത്തേക്ക് പോകുന്നു. വൈകുന്നേരമാകുമ്പോൾ ആ ജോലി സ്ഥലത്തേക്ക് ഖത്തർ CIDകൾ എത്തുകയാണ്. ഈ പയ്യനെ അറസ്റ്റ് ചെയ്യുന്നു. നേരെ ജയിലിലേക്ക് കൊണ്ടുപോകുന്നു. 20 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ പയ്യൻ്റെ, ഈ ചെറുപ്പക്കാരൻ്റെ പിതാവിന് ഇവൻ എവിടെയാണ്, ഏത് ജയിലിലാണെന്ന് കണ്ടുപിടിക്കാൻ പോലും കഴിഞ്ഞത്. അവിടെ ചെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് ഇവൻ്റെ കയ്യിൽ നിന്നും മയക്കുമരുന്ന് പിടിച്ചിട്ടുണ്ട്. ഇവൻ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. ഇവൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുക ഇനി പ്രയാസമായിരിക്കും. കാര്യങ്ങൾ വളരെ പെട്ടെന്നാണ് മാറിമറിയുന്നത്. ഇത് പുറം ലോകത്തേക്കെത്തുന്നു, നാട്ടിലറിയുന്നു. നാട്ടിലാകെ അവൻ്റെ ഉമ്മയ്ക്കും അല്ലെങ്കിൽ അവൻ്റെ സഹോദരങ്ങൾക്കും ബന്ധുക്കൾക്കും ഒക്കെയും ഇതെന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത വിധം, ഇതൊക്കെയും തരണം ചെയ്യുന്ന ഒരു പിതാവ്, അദ്ദേഹത്തിൻ്റെ ചെറിയ വരുമാനം, സാഹചര്യങ്ങൾ ഓരോ സമയം കഴിയുന്തോറും മാറി മറിയുകയാണ്. എന്ത് ചെയ്യണമെന്നറിയില്ല. ഏതായാലും ഇപ്പോൾ വർഷം 1 ആകുന്നു. ഇതുവരെയും അവൻ പുറത്തിറങ്ങിയിട്ടില്ല. അവന് വിധി നൽകിയിരിക്കുന്നത്, അല്ലെങ്കിൽ കോടതി ശിക്ഷ നൽകിയിരിക്കുന്നത് 10 വർഷത്തെ ജയിൽ ശിക്ഷയാണ് ഖത്തറിൽ. ഇതിനിടയിൽ നാട്ടിലുള്ള അവൻ്റെ ഉമ്മയ്ക്ക് മാനസിക വിഭ്രാന്തി ഉണ്ടാക്കുന്നു. ഈ പിതാവായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വരുമാനം കൊണ്ട് അങ്ങോട്ടേക്ക് ഇവരെ കൊണ്ടുപോകുക എന്ന് പറയുന്ന പ്രയാസമാണ്. പക്ഷേ ജീവൻ നിലനിൽക്കണമെങ്കിൽ കൊണ്ടുപോയേ മതിയാകും. അങ്ങനെ ആ ഭാര്യയെ ഖത്തറിലേക്ക് കൊണ്ടുപോകുന്നു. അവർ രണ്ടുപേരും ഇടയ്ക്കിടയ്ക്ക് ജയിലിൽ പോകുന്നു. ഇവനെ കാണുന്നു. പക്ഷേ ഇവൻ അലമുറയിട്ട് കരയുകയാണ്. കാരണം ഇവൻ്റെ കയ്യിൽ നിന്ന് വന്നിട്ടുള്ള ആ ഒരു തെറ്റ്, അതിൽ നിന്ന് അവൻ പശ്ചാത്തപിക്കുന്നു. പക്ഷേ അവിടുത്തെ ശിക്ഷ എന്ന് പറയുന്നത് അത് വളരെ കഠിനമാണ്. അതിൽ നിന്ന് ഊരി വരിക പ്രയാസമാണ്. ഏതായാലും ഇന്നത്തെ ഒരു സാഹചര്യം, ഈ ഒരു വർഷക്കാലമായിട്ട് അവൻ ജയിലിലായ അന്ന് മുതൽ
ഈ മാതാപിതാക്കൾ കിടന്നുറങ്ങുന്ന സമയം ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒന്ന് ഉറക്കം പിടിക്കുമ്പോൾ ആ ജയിൽ അഴിയിൽ നിന്നുമുള്ള അവൻ്റെ അലറലും അവൻ്റെ ഉമ്മ വാപ്പ എന്നുള്ള നിലവിളിയുമാണ് കേൾക്കുന്നത്. സത്യത്തിൽ അവരുടെ മാനസിക വിഭ്രാന്തിയും മാനസിക വെപ്രാളവും ഞാൻ ഫോണിലൂടെ കേൾക്കുമ്പം എനിക്ക് അത് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ഏതായാലും ഞാൻ നിങ്ങളോട് പറയുന്നത്, അവരും പിതാവും എന്നോട് പറഞ്ഞത്, ഇത് നിങ്ങൾ എല്ലാവരോടും സംസാരിക്കണം. ഇങ്ങനൊരു അവസ്ഥ ഒരു മാതാപിതാക്കൾക്കും ഉണ്ടാകരുത് എന്നുള്ളത് മാത്രമാണ്. കാരണം മക്കളെ എങ്ങനെ വളർത്തണമെന്ന് മാതൃകയായിട്ടുള്ള മാതാപിതാക്കൾ, അവരെ എല്ലാ സന്തോഷവും അവർക്ക് കൊടുത്ത് മക്കളെ നല്ല രീതിയിൽ പഠിപ്പിച്ച് സമാധാനപൂർണ്ണമായ അല്ലെങ്കിൽ എന്താണ് എല്ലാവരോടും നല്ല നിലയിൽ പെരുമാറുന്ന കുട്ടികളാക്കി അവരെ സമൂഹത്തിലേക്ക് അവർ പറഞ്ഞു വിടുമ്പോൾ ആ മാതൃകയായിട്ടുള്ള മാതാപിതാക്കൾ ഇന്ന് അനുഭവിക്കുന്നത് എന്താണെന്ന് നമുക്ക് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല. സാധാരണ ഈ ഡ്രഗ്സിൻ്റെ അടിമകളാകുന്ന അല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗവും അതിൻ്റെ വിൽപ്പനയിലേക്കും ഒക്കെ പോകുന്ന ചെറുപ്പക്കാർ വീടിൻ്റെ ചുറ്റുപാട്, വീടിൻ്റെ ജീവിത സാഹചര്യം, മാതാപിതാക്കളുമായിട്ടുള്ള അവരുടെ ബന്ധം, ഇതിലൊക്കെ വരുന്ന പാകപ്പിഴകളാണെന്ന് പലപ്പോഴും പറയാറുണ്ട്. പക്ഷേ ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? കുഞ്ഞുങ്ങളെ എല്ലാ നിലയിലും ഏറ്റവും മനോഹരമായി വളർത്തിയ മാതാപിതാക്കൾക്ക് എന്താണ് സംഭവിക്കുന്നത്? ഇത് പറയുന്നത് നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന, പുറം ലോകം അറിയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ, പല വീടുകളിലും ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പറയുകയാണ്, നമ്മുടെ കുഞ്ഞുങ്ങൾ നല്ല കുഞ്ഞുങ്ങളാണ്, മറ്റുള്ള മക്കളെ പോലെയല്ല. അഭിമാനം കൊള്ളുന്ന മാതാപിതാക്കൾ ഒരുപാടുണ്ട്. അവരോട് പറയുകയാണ്, നല്ല മക്കളായിരിക്കും, പക്ഷേ അവരെ ചീത്തയാക്കാൻ ഒരു സമൂഹം ഇവിടെയുണ്ട്. അവർ ചീത്തയായി കഴിഞ്ഞാൽ ഒരുപക്ഷെ ഞാൻ പറഞ്ഞ ആ മാതാപിതാക്കളുടെ ഗതി, അവസ്ഥ നിങ്ങൾക്കോ നമുക്കോ ഉണ്ടായേക്കാം.